ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടാരോട്ട് റീഡിംഗ് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ നിങ്ങളെ ചതച്ചിട്ട് പോയ ആ ഒരു വ്യക്തിയുടെ നിങ്ങളെ പറ്റിയുള്ള ഒരു കറണ്ട് ഫീലിംഗ് എന്താണ്. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസൊണേറ്റ് ചെയ്യും. വളരെ അവിചാരിതമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു റീഡിംഗ് ഒരു ഡിവൈൻ ടൈമിൽ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ. ഒരു ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒരു ലൈഫ് ഗൈഡൻസ് തരാൻ ഈ ഒരു റീഡിംഗ് കൊണ്ട് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അല്പമൊന്ന് ശാന്തമായിരുന്ന് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ് ആണ്. നിങ്ങളെ വളരെ നച്ചുറിങ് ആയ, ലവിങ് ആയ, വളരെ വാല്യബിൾ ആയ, അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് അവരിപ്പോൾ നിങ്ങളെ കാണുന്നു. അവർ നഷ്ടപ്പെടുത്തിയതിൻ്റെ ആ ഒരു വില ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു മെച്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അബണ്ടൻസ് എന്നിവയെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളാണ് ഇത് എന്നാണ്. നെക്സ്റ്റ് വന്ന കാർഡ് ലവേഴ്സ് ആണ്. നിങ്ങളോടുള്ള ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും ഒക്കെ അവരുടെ മനസ്സിലുണ്ട്. പൂർണ്ണമായിട്ടും അത് അവസാനിച്ച് പോയിട്ടില്ല. ഈ ഒരു ബന്ധം അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോയ്സ് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. ചിലർക്കിത് ശരിക്കും ഒരു റിഗ്രഷനൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് ചിലർക്കിത് ഇപ്പോഴും ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റിനെയും സൂചിപ്പിക്കുന്നു. വിട്ടുപോകാനാകാതെ ഇപ്പോഴും ആലോചിക്കുന്ന എനർജി. അതുതന്നെയാണ് കർമ്മ എന്ന് പറയുന്നത്. ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ മാറ്റി നിർത്തി മറ്റൊരു ചോയ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരപ്പോഴുള്ള ആ ഒരു താൽക്കാലിക ആനന്ദം മാത്രമേ അവർ കാണുകയുള്ളൂ. നിങ്ങളെ മാറ്റി നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അവർക്ക് കാലം മറുപടി കൊടുക്കുന്ന സമയം. നിങ്ങളുടെ മനസ്സിനെ ആ വിഷമിപ്പിച്ചതിൻ്റെ ആ ഒരു റിഗ്രഷൻ, ചിലർക്കുള്ള അൺറിസോൾവ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല, വിട്ടുപോകാനാകാതെ എപ്പോഴും മനസ്സിലേക്ക് നിങ്ങളുടെ ഈ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മറക്കാനാവാത്ത നിങ്ങളുടെ എനർജി. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ്. മറ്റാരേക്കാളും ഒരുപാട് വിശ്വസിക്കാവുന്ന, വളരെ ലോയലായിട്ടുള്ള ഒരു കമ്മിറ്റഡ് പാർട്ണർ ആയിരുന്നു നിങ്ങളെന്ന് അവർ തിരിച്ചറിയുന്നു. ഇതൊരു ഹസ്ബൻഡ് വൈഫ് പോലെയുള്ള ഒരു എനർജിയെ സൂചിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം ഡീപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് മെറ്റീരിയലായിട്ട് തന്നെ നിങ്ങളെ അവർ കാണുന്നു. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് പറയുന്ന കാർഡ് എന്ന് സൂചിപ്പിക്കുന്നത് പ്രാക്ടിക്കൽ വാല്യൂ, സെക്യൂരിറ്റി, ഡിപ്പെൻഡബിലിറ്റി എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ടാരോട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാർഡാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ ഇമോഷണലി ജെന്യുവൻ ആയിട്ടുള്ള ഒരാളുടെ എനർജിയാണ് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നൽകിയ സ്നേഹം, കെയർ എല്ലാം തന്നെ അവരുടെ ഓർമ്മയിൽ വരുന്ന സമയം. ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി നിങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സ് നിറഞ്ഞ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങൾ, വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉടമകളായ നിങ്ങളുടെ എനർജി എനിക്കിവിടെ ഫീൽ ആകുന്നുണ്ട്. ഓവറാൾ ഈ ഒരു 4 കാർഡിൻ്റെ സ്പ്രെഡ് നോക്കുമ്പോൾ നിങ്ങളോട് ശരിക്കും ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. മോശമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നു. ഇമോഷണൽ കണക്ഷനൊക്കെ ഇപ്പോഴും പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടില്ല. നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹം എല്ലാം തന്നെ യഥാർത്ഥമായിരുന്നു എന്ന് തിരിച്ചറിയുന്ന എനർജി. ഇതെല്ലാം അവരുടെ ഒരു പഴയകാല ഓർമ്മകളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അവർ മറന്നിട്ടുണ്ടാകാം, ഓർക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ അതല്ല, ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആക്ഷൻ കാണിക്കുന്നില്ല. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാലും അത് വളരെ സ്ലോ ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹർട്ടിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ആഴമുള്ളതായിരിക്കാം. വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകാം, വിട്ടുപോയിട്ടുണ്ടാകാം, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, എത്രയൊക്കെ കാല് പിടിച്ച് കരഞ്ഞിട്ടും ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ബന്ധത്തിനിടയിലേക്ക് ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടാകാം. അവർ ചെയ്ത തെറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അവർക്ക് ശരിക്കും യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റുകളുടെ ആ ഒരു ആഴം അവർക്കിപ്പോൾ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു അപ്രോച്ചിനുള്ള ഒരു മടി, കൺഫ്യൂഷൻ ഇതിനെല്ലാം സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വൺസ് ആണ്. ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ സൂചിപ്പിക്കുന്ന എനർജി. ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ. 2 വഴികളിൽ ആലോചിക്കുന്ന എനർജി. ഡിസിഷൻ എടുക്കാതെ നിൽക്കുക. അതായത് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ബന്ധം പോകുന്ന സമയത്ത് അവർ ആലോചിക്കും ഒരു 2 സിറ്റുവേഷൻസിനെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ. അതാണോ നല്ലത്, ഇതാണോ നല്ലത്? ഏത് തന്നെയായാലും അവർക്ക് നല്ലത് എന്താണെന്ന് ചിന്തിക്കുന്ന എനർജി.
ഡിസിഷൻ ഒന്നും എടുക്കാതെ കുറേ കാലം ഈ ഒരു ബന്ധം ഇങ്ങനെ പോകും. നെക്സ്റ്റ് കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഒരു നിങ്ങൾക്കിടയിലുള്ള സൈലൻസിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച ഒരു അവസരമൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതിൻ്റെ ഒരു അഭാവത്തെ സൂചിപ്പിക്കുന്നു. ഓർമ്മകളും ഇമോഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒളിപ്പിച്ച് വെക്കുന്ന എനർജി. നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ ഇൻറ്റ്യൂഷൻ ശക്തമാകുന്ന ഒരു സമയത്തിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു പഴയ ആളല്ല. നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയപ്പോൾ എന്താണ്, എങ്ങനെയാണ്, ഞാൻ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ബന്ധത്തിൽ, എത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ യൂണിവേഴ്സ് പഠിപ്പിച്ച് നിങ്ങളെ ഹീലാക്കി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ആരും പറയാതെ തന്നെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഉള്ള ക്ലാരിറ്റി ലഭിക്കും. നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോയ ആ ഒരു സമയത്ത് മാനസികമായി ഒരുപാട് തകർന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്തു കാണും അവർ തിരികെ വരാൻ വേണ്ടി. നിങ്ങളുടെ ഒരു വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരു സെപ്പറേഷൻ ആകാം യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന ഈ ഒരു ബ്രേക്കപ്പ്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ്. ഒരു ഹാർട്ട് ബ്രേക്കിനെ സൂചിപ്പിക്കുന്നു. ഇമോഷണൽ ആയിട്ടുള്ള പെയിൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എനർജി, എന്തോ നിങ്ങളുടെ ഒരു ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു സത്യം പുറത്തു വരൽ, അല്ലെങ്കിൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ, റിയലൈസേഷൻ എന്നിവയൊക്കെ വരാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം, അതല്ല എങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഇത് വരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അല്പം നിങ്ങളൊന്ന് അലർട്ടാകുക. ഓവറാൾ ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു റീഡിംഗ് നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് അത്ര വേഗത്തിൽ മുന്നോട്ട് പോകുന്നില്ല. ഒരു താമസം, ഡിലേ, സൈലൻസ്, അതുപോലെ തന്നെ തീരുമാനങ്ങളെല്ലാം തന്നെ നീട്ടി കൊണ്ടുപോകുക, ഇതൊക്കെയാണ് കാണിക്കുന്ന പ്രധാനപ്പെട്ട എനർജി എന്ന് പറയുന്നത്. 3 ഓഫ് സോർഡ്സ് ലാസ്റ്റ് വന്നതിനാൽ തന്നെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള പെയിൻ അല്ലെങ്കിൽ സെപ്പറേഷൻ എനർജി ഇപ്പോഴും ശക്തമായി തുടരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു കാർഡുകൾ നോക്കുമ്പോൾ നിയർ ഫ്യൂച്ചറിൽ ഒരു സ്റ്റേബിൾ റീയൂണിയൻ കാണിക്കുന്നില്ല. നിങ്ങൾക്കിടയിലെ നിങ്ങൾ രണ്ടുപേർക്കും ആ ഒരു ഹീലിംഗ് പൂർത്തിയാകാത്തതിനാൽ തന്നെ ഇമോഷണൽ ഡിസ്റ്റൻസ് തുടരാനുള്ള സാധ്യത കൂടുതലായി കാണിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇമോഷണലായിട്ടുള്ള ഒരു ഇമ്പൾസ് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കരുത് എന്ന മുന്നറിയിപ്പാണ് ആദ്യം വന്നിരിക്കുന്നത്. സെൽഫ് കൺട്രോൾ പാലിക്കുക. നിങ്ങളുടെ വാല്യൂ ഒരിക്കലും കുറച്ച് കാണരുത്. ഫൊർഗീവ്നെസ് ഒക്കെ ഉണ്ടാകാം, പക്ഷേ അതിനൊരു റെക്കൺസിലേഷൻ നിർബന്ധമല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബന്ധത്തിനൊരു ക്ലോഷർ കൊടുക്കേണ്ടതാണ് എങ്കിൽ ക്ലോഷർ കൊടുത്തു പോവുക. നിങ്ങളുടെ ഒരു ഇന്നർ കോൺഫിഡൻസ്, അതുപോലെ തന്നെ ക്ഷമ, പേഷ്യൻസ്, സെൽഫ് റെസ്പെക്റ്റ് എന്നിവയെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് മറ്റൊരാളെ പിന്തുടരുന്നതിലല്ല, നിങ്ങളുടെ ഒരു മൂല്യമൊക്കെ തിരിച്ചറിഞ്ഞ് ശാന്തമായി മുന്നോട്ട് പോകുന്നതിലാണ് നിങ്ങളുടെ വിജയം എന്ന് ഈ ഒരു സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ അടുത്തൊരു ഘട്ടം കാണിക്കുന്നത് സ്ലോ പ്രോഗ്രസ് ആണ്. ഇൻഡിസിഷൻ, സൈലൻസ്, ഇതൊക്കെയാണ് കൂടുതൽ ശക്തമായി കാണിക്കുന്നത്. ഈ ഒരു സ്പ്രെഡ് മാത്രം അടിസ്ഥാനമാക്കി ഉടൻ റീയൂണിയൻ എന്ന് പറയുന്ന എനർജി നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാത്തിരിപ്പ് എന്ന് പറയുന്നത് നീളും. നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അവരവരുടെ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. കാരണം ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് അല്ല. കാരണം നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് അവരെ യൂണിവേഴ്സ് പഠിപ്പിക്കുന്ന ഈ ഒരു സമയം, അതുപോലെ തന്നെ മുറിവേറ്റ നിങ്ങളെ ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. മനുഷ്യരല്ലേ നമ്മളെല്ലാം. ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ മനസ്സിലാക്കും നമ്മൾ എത്രത്തോളം ഹീലായി വരുന്നു എന്നുള്ളത്. ഗ്രാജുവലി ഹീലാകത്തുള്ളൂ. ഒറ്റയടിക്ക് ഒരാൾക്കും ഹീലാകാൻ പറ്റില്ല. ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു മാനസാന്തരമൊക്കെ വന്ന് അവർ മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കുക. ആ ഒരു പോയിന്റിലേക്ക് മാത്രം നോക്കി അങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു എനർജി അത് അവസാനിപ്പിക്കുക. ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ സ്നേഹം അർഹിക്കുന്ന ആളാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും അവർ മടങ്ങി വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ ഒരുപാട് മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദ സുപ്രീം പവർ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഓവർ തിങ്ക് ചെയ്ത് മനസ്സിൽ ഭാരം ചുമന്നുകൊണ്ട് നടക്കാതിരിക്കുക. നിങ്ങൾ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ജാതകത്തിലെ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ അനുസരിച്ച് ചില സമയത്ത് വന്നു ചേരുന്ന ചില പ്രയാസങ്ങളാണ് നമ്മളുടെ കരിയറിലും റിലേഷൻഷിപ്പിലും ഒക്കെ. അപ്പോൾ ആ ഒരു പ്ലാനറ്റിന് പൊസിഷൻ മാറുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഒന്ന് ഓക്കെ ആകും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഡിവൈൻ എനർജിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആകും. നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവ വിട്ടുകളയുക.
നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നിവയിൽ ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ ഡീപ്പായിട്ടുള്ള ഒരു ടാറോട്ട് റീഡിങ്ങിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ തന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയച്ചു തരുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിന് മുമ്പ് ടാറോട്ട് റീഡിംഗ് എന്താണെന്ന് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ ടാറോട്ട് റീഡിംഗ് എടുക്കുന്നതിന് ജാതിയോ മതമോ അങ്ങനെ ഒന്നും തന്നെ ബാധകമല്ല. അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ കൂടി എൻ്റെ പ്രാർത്ഥനകളിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു ഡിവൈൻ എനർജിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്.